ബംഗാളിന്റെ അവസ്ഥ ഇപ്പോൾ പരമദയനീയമാണെന്ന് തന്നെ പറയാം. സ്വന്തം സംസ്ഥാനത്ത് ജോലിയില്ലാത്ത കാരണത്താൽ കുടുംബം പുലർത്താൻ വേണ്ടി പശ്ചിമ ബംഗാളിലെ മൂന്നിലൊന്ന് ജനങ്ങൾ നാടുവിട്ടതായി ഔദ്യോഗിക രേഖകൾ പറയുന്നു. 2024 ഒക്ടോബർ 1 കണക്കനുസരിച്ച് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ മൊത്തം രജിസ്ട്രേഷൻ ഇ-ശ്രം പോർട്ടലിൽ 2,63,72,911 സെൻസസ് പ്രകാരം 9,13,47,736 ഒക്ടോബർ 1 വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 21 ലക്ഷത്തിലധികം കുടിയേറ്റ തൊഴിലാളികൾ സർക്കാർ ഡാറ്റാബേസായ കർമ്മസതി പരിചയി ശ്രമിക് പോർട്ടലിൽ എൻറോൾമെന്റിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് പുറത്തുവിട്ട ഔദ്യോഗിക രേഖകളിലാണ് ബംഗാളിലെ ജനങ്ങൾ നാടുവിടുന്നതിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികളെ എത്തിക്കുന്നത്. ഗണ്യമായ എണ്ണം കുടിയേറ്റ തൊഴിലാളികളും ഉയർന്ന പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാർക്ക് മുൻതൂക്കമുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ്. കുറഞ്ഞ തൊഴിലവസരങ്ങളും കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നതുമാണ് കാർഷിക മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളുടെ പലായനത്തിന് പ്രധാന കാരണം. സ്വന്തം സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ചൂഷണവും കാരണം നാട്ടിലേക്ക് മടങ്ങിയ ശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലം വീണ്ടും തൊഴിൽ തേടി പോകാൻ തൊഴിലാളികളെ നിർബന്ധിതരാകുന്ന സ്ഥിതിയും നിലനിൽക്കുന്നു. കുടുംബത്തിൽ വരുമാനമുള്ള ഒരേയൊരു പുരുഷ അംഗം വർഷങ്ങളോളം വീടിന് പുറത്ത് ജോലി ചെയ്യുന്നതും സങ്കീർണമായ അനേകം സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത സാഹചര്യങ്ങളും അത്തരം കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതമയമാക്കുന്നു. തൊഴിൽ തേടി നാടുവിട്ട ബംഗാളി തൊഴിലാളികൾ ചെന്നൈയിൽ പട്ടിണി മൂലം കുഴഞ്ഞു വീഴുകയും അവരിൽ ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഗവർണർ കണക്ക് പുറത്തുവിട്ടത്. പശ്ചിമ ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങളെ അധികാരികൾ അനാഥരെ പോലെ ഉപേക്ഷിക്കുന്നതായും ഗവർണർ പറഞ്ഞു. 2023 ജൂൺ 2 ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ 293 യാത്രക്കാരിൽ 103 പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. അവരിൽ അധികവും കുടിയേറ്റ തൊഴിലാളികൾ. 2023 ഓഗസ്റ്റ് 23 മിസോറാമിൽ പാലം തകർന്ന് 23 പേർ മരിച്ചു. ബംഗാളിലെ മാൾഡയിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾ 2023 ഓഗസ്റ്റ് 25 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ മൂർഷിദാബാദിൽ നിന്നുള്ള 3 കുടിയേറ്റ തൊഴിലാളികൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. രാജസ്ഥാനിൽ ജോലി ചെയ്തിരുന്ന കൂച്ച് ബിഹാറിൽ നിന്നുള്ള 2 പേർ ട്രെയിൻ അപകടത്തിൽ മരിച്ചു. ഗവർണർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്.